1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഒതായി പടിഞ്ഞാറേച്ചാത്തല്ലൂർ പാതയിലെ ചുണ്ടേപ്പറമ്പ് റോഡിലെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ചുണ്ടേപ്പറമ്പ് കൂട്ടായ്മ. റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് വർഷം ഒന്നായി. ഒതായി അങ്ങാടി മുതൽ ഒതായി ചാത്തല്ലൂർ വരെ ഒട്ടുമിക്ക റോഡുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. റോഡിലെ വെള്ളക്കെട്ടുള്ള കുഴികൾ കാരണം മണിക്കൂറുകളാണ് ഈ പാതയിലൂടെ സുഗമമായ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. പടിഞ്ഞാറേച്ചാത്തല്ലൂർ മലയോര മേഖലയിൽ നിന്നുള്ളവരടക്കം എടവണ്ണ, മഞ്ചേരി, കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളടക്കം സ്കൂളിലേക്കും മറ്റും ഈ പാതയിലൂടെയാണ് കടന്നുപോകാറുള്ളത്. കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ചിട്ട കിടങ്ങുകൾ കാരണം അപകടങ്ങൾ വർദ്ധിക്കുന്നതായും കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അഷ്റഫ് പുളിക്കൽ പറഞ്ഞു. ഒതായി ചാത്തല്ലൂർ റോഡിലെ ചൂണ്ടേപ്പറമ്പ് എന്ന പ്രദേശത്തെ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന നല്ല നിലയിലുണ്ടായിരുന്ന റോഡാണിത്. വാട്ടർ അതോറിറ്റി ഈ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ട് കുഴി കുഴിച്ചതിന് ശേഷമാണ് ഇത്രമാത്രം ശോചനീയാവസ്ഥയിൽ വന്നത്. രണ്ട് മലയോര മേഖലയായ രണ്ട് ചാത്തല്ലൂർ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഇടവണ്ണയിൽ എത്തിപ്പെടാനുള്ള ഒരു പ്രധാന റോഡാണിത്. ഒരുപാട് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ വാഹനങ്ങളും കോറിയിൽ നിന്നടക്കമുള്ള ഒരുപാട് വാഹനങ്ങളും ഈ റോഡിലൂടെയാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്നത്. ഈ ശോചനീയാവസ്ഥയ്ക്ക് അധികൃതർ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ട് ജനങ്ങളുടെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നു. ചൂണ്ടേപ്പറമ്പ് ഫാമിലി കൂട്ടായ്മ പല തവണ ഈ റോഡ് കുഴിയടക്കാൻ ശ്രമിച്ചെങ്കിലും മഴ പെയ്തുകൊണ്ട് ആ മണ്ണൊക്കെ ഒലിച്ചു പോവുകയാണ് ഉണ്ടാവുന്നത്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേ അവസ്ഥ വന്ന് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ചൂണ്ടേപ്പറമ്പ് ഫാമിലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഇതിനെതിരെ സംഘടിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അധികൃതർക്ക് നൽകിയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊന്ന് പരിഹാരം കണ്ടുതരണം. കഴിഞ്ഞ വർഷം കുടിവെള്ള പദ്ധതിക്കായി റോഡിന്റെ ഇരുവശങ്ങളിലും നീളത്തിൽ കുഴിച്ച കിടങ്ങുകൾ കാരണം പരിസര പ്രദേശങ്ങളിൽ ഗുരുതരമായ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. പദ്ധതിക്കായി കീറിയ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നന്നാക്കിയെങ്കിലും കാര്യക്ഷമമായി പ്രവൃത്തി നടക്കാത്തതാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കാലതാമസമില്ലാതെ അധികൃതർ ഇത് പരിഹരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.